എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഒരു പണി എടുക്കുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഇവള് നല്ലൊരു കാര്യം ഇപ്പോഴാണ് ചെയ്തത്. സന്ധി താങ്ക് യു. പക്ഷെ ഞാൻ തന്നെ എന്നെ കൊളവാക്കി വിട്ടില്ലേ. ഹലോ, അപ്പൊ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാവരും നിൽക്കുന്നുണ്ട്. വാ, ഇതാണ് എന്റെ അമ്മ. നമ്മള് പഴയ വ്ളോഗിലൊക്കെ ഇട്ടുണ്ടെന്ന് വിചാരിക്കണം. നല്ല പേര് ഗിരിജ. ഇതാ കണ്ണടയൊക്കെ വെച്ചിട്ട് എന്താണെന്നില്ല, എന്താന്ന് വെച്ചെന്താണ് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇത്രയും ദിവസം മറ്റേ ബ്ലാക്ക് ഗ്ലാസ് ആയിരുന്നു MGR പോലെ. ഇപ്പൊ ഒന്ന് മാറ്റിയതാണ് വ്ളോഗിന് വേണ്ടിയിട്ട്. ഇതാണ് അച്ഛൻ്റെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ കണ്ടിട്ടാവും വിചാരിക്കണം അല്ലേ. നമ്മുടെ പച്ചക്കറി തോട്ടൊക്കെ ആയിട്ട് അച്ഛന്റെ പേര് പറയച്ചാ മോഹൻദാസ്. അതാണ് മോഹൻദാസ്. ഇതാണ് സന്ദീപ് മോഹൻ. ആളുടെ സച്ചുന്റെ ബ്രദറാണ്. കാണുമ്പോ ഫോട്ടോ കോപ്പി പോലെ ഉണ്ടായില്ലേ, എല്ലാരും പറയാറുണ്ട്. പല്ല് കൊന്ത്രം പല്ല്. ഇത് ഓൾസോ ഫോട്ടോ കോപ്പി ആണ് അല്ലേ? അല്ല അല്ല അല്ല. ഓക്കെ, പറയാം. അതാണ് സന്ദീപ്, എന്റെ അനിയനാണ്. ഒരു സ്റ്റാൻഡ് ബ്ലോഗ്സ് എന്നുള്ള പേജിന്റെ ഉടമയാണ്. എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടന്റ് പറഞ്ഞു കൊടുക്കുക. കണ്ടന്റ് പബ്ലിക് ടോക്ക് ചാലഞ്ച് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ചേച്ചിന്റെ ട്രാക്ക് ചെറുതായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഇമോഷണൽ ടച്ച് ഒക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. 1 കോടി ആൾക്കാരൊക്കെ കണ്ടു. സച്ചിന് പോലും 1 കോടി ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ കണ്ടിട്ടുണ്ട് കേട്ടാ. പിന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൊക്കെ പോയിട്ടുണ്ട്. സ്റ്റേജ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ല പേടി ഉണ്ടായിരുന്നു. അപ്പൊ 5000 കിട്ടിയുള്ളൂ. ഈ പേടിയില്ലാണ്ട് 50,000 പിടിച്ചിട്ട് വരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ അവരെന്നെ എടുക്കുന്നില്ല. നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് വാടാ, എന്നാലേ നിന്നെ കേറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറ്റിയ ഒരാള് ഈ വീഡിയോ കാണുന്നവര് അതില് അഭിനയിക്കാൻ താല്പര്യമുള്ള സ്കിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സച്ചുവിനെ ഒന്ന് മെസ്സേജ് ആവാൽ മതി. നമുക്ക് പോയിട്ട് 50,000 അടിച്ചിട്ട് തരാം കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു അവിടെ? നമ്മള് കാണുന്ന പോലെയല്ല അല്ലേ? അത് പറയാൻ പാടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ടിവിയിൽ കാണുന്നതും അവിടെ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ല രീതിക്ക് ഡിഫറെന്റ് ഉണ്ട്. ക്യാമറ, കുറെ ക്യാമറ ഉണ്ട്. കുറെ ക്യാമറ, ലൈറ്റ് ഒക്കെ എന്റെ മേലെ. പിന്നെ ഞാൻ കാർത്തിക് ചേട്ടനെയും മഞ്ജു ചേച്ചിനെയും നസീർക്കിനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ കണ്ടപ്പോ തന്നെ എന്റെ കിളി പോയിട്ട് സത്യം പറഞ്ഞ ആ ഒരു ഫീൽ ആയിരുന്നു. പിന്നെ അവര് ആക്ഷൻ പറഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല പാനിക് ആയി പോയി. അപ്പൊ എന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ കുറെ മറന്നു പോയില്ലേ. നമുക്കൊന്നും പറ്റില്ല. ഓൺ സ്റ്റേജ് വന്നിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാ പറഞ്ഞാൽ. പക്ഷെ അതിന് പോയതിനു ശേഷം നല്ല രീതിക്ക് ആൾക്കാരൊക്കെ, ബസ്സിൽ നിന്നൊക്കെ ആൾക്കാര് കുറെ പേര് മനസ്സിലാക്കി. എനിക്ക് അതൊരു ഇതായി. 5000 കിട്ടിയാൽ എന്താണ്, 5000 പേരുടെ ആൾക്കാർ എന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെ വലിയൊരു ഭാഗ്യം. അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അന്ന് ഒരു വ്ളോഗ് ഇട്ടതിൽ ഞാൻ അമ്മന്റെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. ഇതാണ് അമ്മ. അമ്മയ്ക്ക് എന്തായിരുന്നു, കൊറേ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മയ്ക്ക് കാലുവേദനയൊക്കെ ആയിട്ട് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞത്. ഇപ്പോഴും കാലൊന്നും മുട്ടൊന്നും അങ്ങനെ ശരിയായിട്ടില്ല. അപ്പോഴും ഭയങ്കര വേദന, കണ്ണ് വേദനയൊക്കെ ആയി. അപ്പൊ നമ്മളൊരു ടെമ്പിളിൽ പോയിട്ടാണ് അത് ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ അന്ന് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാ സ്ഥലം എന്നൊക്കെ. അപ്പൊ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് പോയോന്നൊന്നും അറിയില്ല. എന്തായാലും അതെ. അപ്പൊ പിന്നെ ഞാൻ കാണുമ്പോ തൊട്ട് എന്റെ അമ്മ ഒരു വർക്കിംഗ് ലേഡിയാണ് കേട്ടോ. 20ാമത്തെ വയസ്സിലാണ് അമ്മ ജോലിക്കൊക്കെ കയറുന്നത്. ഇപ്പോഴും 53 വയസ്സായി. ഇപ്പോഴും യങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആള്. പിന്നെ ഞാനും അതേപോലെ തന്നെ ഈ 18ാമത്തെ വയസ്സിൽ ഞാൻ ഡിപ്ലോമ പഠിക്കുമ്പോഴാണ് ഞാനും വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴും എന്താ നമ്മുടെ ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നീ ഇല്ല പറയില്ല. ഞാനും ഇവളെ പോലെ നല്ല പഠിപ്പിച്ചിട്ടാണ്. +2 കഴിഞ്ഞു. പിന്നെ ITI കഴിഞ്ഞു. എവിടെ പഠിച്ചു? ITI മുണ്ടൂരായിരുന്നു. പിന്നെ ഡിഗ്രി ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. BA ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷിലൊക്കെ ഞാൻ വേറെ ലെവലാണ്. ഐ ആം ഫൈൻ, താങ്ക്സ്. എനിക്കറിയാം. പിന്നെന്താണ്, പിന്നെ ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചിട്ടുണ്ട്. അതായത് ജോബായിട്ട് മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത്, കോഴിക്കോടൊക്കെ ആയിട്ട്. മഞ്ചേരി. 2 വർഷത്തെ എക്സ്പീരിയൻസും ഫോണൊക്കെ ഞാൻ റെഡിയാക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ആ പരിപാടിയെ നിൽക്കാണ്ട് ഇത്രയൊക്കെ പഠിച്ചിട്ട് ഞാനിപ്പോ യൂട്യൂബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പഠിച്ചതായിരിക്കില്ല നമ്മൾ അവസാനം ചെയ്യുന്നത് ഇല്ലേ. അതെന്താണ് മനസ്സിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. നമ്മളെക്കാളും മുമ്പ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ് കേട്ടോ. അങ്ങനെ പറയരുത്. പറ. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിനും ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് എനിക്ക് എന്തൊക്കെ ജോലി ചെയ്തത്, ഞാൻ ഒരു ജോലി 4 മാസത്തിന് മേലെ ഞാൻ ചെയ്യാറില്ല. അതായത് എനിക്ക് ഇഷ്ടമല്ല. ഇതുവരെ ഒരു കുറെ മാർക്കറ്റിംഗ്
പിന്നെ കമ്പനി, അങ്ങനെ കുറെ സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനം യൂട്യൂബിലാണ് എത്തിയത്. യൂട്യൂബ് ഇപ്പോ 1 വർഷത്തിന് മേലെ ഇത് കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റിസൾട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അവരുടെ ചാനൽ സാൻ വ്ളോഗ്സ് ആണ്. ഒന്നുകൂടി ഞാൻ താഴെ എഴുതിയിടാം. അതെ, താഴെ എഴുതിയിടാം. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടുക അല്ലെ. അപ്പൊ കുറെ കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയില്ലേ? അതുപോലെ സച്ചുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് മാത്രമേ ഇൻസ്റ്റാഗ്രാം ഉള്ളൂ. അപ്പൊ ഇവളെ എപ്പോഴും അഭിനയിക്കാൻ വരും. ഞാനപ്പോ ഇവളെ കേട്ടില്ല. ഇവള് ആ സമയത്ത് ഒന്നും അഭിനയിക്കില്ല കേട്ടാ. ഇത് റിയൽ ആണ്, ഞാൻ ജെന്യൂൻ ആയിട്ട് പറയുന്നതാണ്. അപ്പോ ആളിങ്ങനെ വന്നോണ്ടിരിക്കും. ആൾക്ക് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര കഴിവുണ്ട്. ഇവളുടെ പഴയ ഫോണിൽ നോക്കിയാൽ കുറെ ഫോട്ടോസ് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ആള് അന്നേ ഒരു ടാലന്റ് ഉണ്ട്. പക്ഷെ ഞാൻ അതിനെ വളർത്തിയെടുത്തില്ല. ഞാനപ്പോ ഇവളെ ഒഴിവാക്കി വിട്ടു. പക്ഷെ എന്റെ അളിയൻ സുജിത്തളിയൻ സച്ചുവിന്റെ കഴിവിനെയൊക്കെ മനസ്സിലാക്കി വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തില് സച്ചുവിനെ അറിയാത്ത ആരും തന്നെ ഇല്ലാന്നില്ലേ. അല്ല, സീരിയസ് ആയിട്ട് നമ്മളിപ്പോ പുറത്തു പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ സച്ചു അല്ലേ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് കുറെ പൈസ കിട്ടുന്നതിന് ഉപരി ആൾക്കാരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് നല്ല രീതിക്ക് എന്താ പറയാ ഹാപ്പി ആകുന്നുണ്ട് പറഞ്ഞാൽ അതൊക്കെ സത്യം നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. എന്നെക്കാളും നന്നായി സംസാരിക്കുന്നത് എനിക്ക് കിട്ടാണ്ട് ഞാൻ മിണ്ടാതെ നിൽക്കുക. അതുപോലെ എന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ 2K പിള്ളേരാണ്. അതായത് ഈ എന്താ പറയാ പറഞ്ഞെടുക്ക് ഇവന്റെ അതിനെ ചോട്ട പിള്ളേരാണ്. 2K പിള്ളേർ. ഹായ് സാൻ ബോയ്സ്. എന്റെ പേര് കറക്റ്റ് ആയിട്ട് പറയണ്ടാ. നമ്മുടെ പേര് അമ്മയും മക്കളും അറിയില്ല. എന്നിട്ട് അമ്മായിമ്മ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ സച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. നമ്മുടെ പേര് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇവന്റെ ചാനലിന്റെ പേര് എല്ലാരും വിളിക്കുക സാൻ ബ്ലോഗ്സ്. അതാണെങ്കിൽ ഒരു വായി കിട്ടാത്തൊരു പേരാണ്. പക്ഷെ ആ ഒരു പേരിലാണ് ഇവൻ അറിയപ്പെടുന്നത് കേട്ടോ. സാൻ ബ്ലോഗ്സ് ഇട്ടപ്പോ എന്റെ കുറെ പേര് പറഞ്ഞു എന്താണ്ടാ നിന്റെയൊക്കെ ചാനൽ ആരെങ്കിലും കാണോ, നിർത്തിയിട്ട് പോടാന്നൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഡ്രൈവിൽ ഞാൻ ആ വോയിസ് ഇപ്പോഴും ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടക്കിടക്ക് നോക്കും. അപ്പൊ അതിനൊക്കെ ഞാൻ പക്ഷെ പേര് മാറ്റാൻ നിന്നില്ല. എന്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് അതിനൊക്കെ ഒരു പ്രൗഡ് മൊമെന്റ് ആയി തോന്നുന്നുണ്ട്. ഇൻസ്റ്റയില് ഒരു 2 ലക്ഷത്തിന്റെ മേലെയുണ്ട്. അതുപോലെ യൂട്യൂബിൽ ഇപ്പോ 1,30,30,000 സംതിങ് ആകാറായിട്ടുണ്ട്. അതെ, അപ്പൊ അതൊക്കെ ഒരു പ്രൗഡ് തന്നെ. കാരണം നമ്മളും പറഞ്ഞിരുന്നു ഒന്ന് വായിക്കൊള്ളുന്ന പേരിട് സാൻ ബ്ലോഗ്സ്. ബ്ലോഗൊന്നും കിട്ടുന്നേ ഇല്ല പറയുന്നവർക്ക് അല്ലേ. അപ്പൊ അതും തന്നെ പിടിച്ച് വന്ന് പഠിക്കാൻ കാണിച്ച ആ ഒരു ഇൻട്രസ്റ്റിനെക്കാളും അവൻ ഈ ഒരു വർക്കിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് മിസ്റ്റർ ബീസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മിസ്റ്റർ ബീസ്റ്റ് 10 വർഷത്തിന് ശേഷമാണ് ആളുടെ വീഡിയോ ഒന്ന് കയറാൻ തുടങ്ങിയത്. 10 വർഷം ആള് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോ 1 വർഷം വീഡിയോ ചെയ്തിട്ട് നിർത്തി പോകുന്നവരൊക്കെ ശരിക്കും ഒന്നും അല്ല. 10 വർഷം എന്ന് പറയുമ്പോ അറിയാലോ. അപ്പൊ ആള് കഷ്ടപ്പെട്ടതിന് ഇപ്പൊ ഏറ്റവും യൂട്യൂബിനേക്കാളും പൈസ മേടിക്കുന്നത് മിസ്റ്റർ ബീസ്റ്റ് ആണ്. അതായത് യൂട്യൂബ് സിഇഒനെ മേടിക്കുന്നതിന്റെ ഒരു 10-100 മടങ്ങാണ് ഇപ്പോ മിസ്റ്റർ ബീസ്റ്റ് മേടിക്കുന്നത്. ആളുടെ ഒരു വീഡിയോ ഏകദേശം 83 മില്യൺ, 90 മില്യൺ, 100 മില്യൺ ഒക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളൊരു ജോലി ചെയ്യാന്നാണ് പറഞ്ഞു വന്നത് അല്ലേ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോവാ. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിജയം ഉറപ്പായിട്ടുണ്ടാവും. കുഞ്ഞുസേ ഓക്കെ. എന്നെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഞാൻ വീട്ടിലൊക്കെ ചോദിക്കണേ. ആദ്യം അമ്മ എങ്ങനെയുണ്ട് അമ്മ? ഞാൻ എങ്ങനെയായിരുന്നു കല്യാണത്തിന് മുമ്പ്? കുറച്ച് ഉറക്കെ പറയ്. ഇല്ല ഞാൻ പറയാട്ടാ. ഓക്കെ പറയട്ടെ. സെറ്റ് അല്ലേ? അതായത് ഇവള് ജീവിതത്തില് ഒരു അടിച്ചു വാരി ഒരു കോഫി ഉണ്ടാക്കി ഒരു പണി എടുക്കുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് സമയമില്ല. ഇപ്പൊ നോക്കിയാലും പഠിച്ചു കഴിഞ്ഞാൽ നേരെ വർക്ക് ജോലിക്ക് പോകും. എന്താ വേറെയും കുറെ വീട്ടില് കുറെ പേര് വർക്കിന് പോകണം, അതിനനുസരിച്ച് പണിയെടുക്കുന്നു. പക്ഷെ ഒരു ചായ പോലും ഉണ്ടാക്കാത്ത ആളെ ഞാൻ കണ്ടില്ല കേട്ടോ അമ്മ. എന്റെ ചേച്ചി ആയതുകൊണ്ട് എനിക്ക് നല്ലത് പറയണമെന്നുണ്ട്. പക്ഷെ കാണുന്നതിൽ എനിക്ക് പറയാൻ പറ്റില്ല. ജോലിക്ക് പോയി പഠിക്കാൻ പോയി വന്നിട്ട് അക്ഷയിൽ പോകും. അക്ഷയിൽ പോയി വന്ന് അത് 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് പോളിടെക്നിക്കിൽ പോയി കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറ്റം പറയാൻ സമ്മതിക്കില്ല. പോളിടെക്നിക്കിലല്ല വർക്കിന് പോകണു അക്ഷയ സെന്ററിൽ. അപ്പൊ ഇതിന്റെയൊക്കെ പൈസ അമ്മന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. പോളിടെക്നിക്കിൽ പോയിട്ട് അവിടെയും ജോലി ചെയ്യണ്ട. അതുപോലെ ടീച്ചർമാര് ലീവ് ആണവർ അതിനും കയറും. അപ്പോഴും നല്ല. അപ്പൊ ഇതിന്റെയൊക്കെ കമ്മീഷൻ അമ്മന്റെ കയ്യിലാണ് പൈസ എത്തുന്നത്. അതുകൊണ്ടാണ് കുറ്റം പറയാത്തത്. പക്ഷെ പണി ചെയ്യാൻ ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴും അതുപോലെ തന്നെ. ഇപ്പോഴും വന്ന് കോഴിക്കോട് നിന്ന് വന്നു കഴിഞ്ഞാൽ അവള് റെസ്റ്റോറന്റ് വരികയാണ്. ഊട്ടിന്റെ പാത്രം പോയി ഞാൻ അവിടെ കഴിക്കാറില്ല. അല്ല അവൾക്ക് അത് ചെയ്യാണ്ടല്ലോ. എന്നെ കുറിച്ച് അഭിപ്രായം
ഡാഡി ഡാഡി നന്നായിട്ട് പണിയുന്നുണ്ട്. ഡാഡി നന്നായി പണിച്ചു പറഞ്ഞ കറിയൊക്കെ ഇല്ലേ നല്ല വെറൈറ്റി ഡാഡിന്റെ കോഫി. ഡാഡിന്റെ കോഫി പറഞ്ഞില്ലേ നല്ല ഫിൽട്ടർ കോഫി കടത്തി വിട്ടു അങ്ങനത്തെ ഒരു കോഫിയൊക്കെയാണ് അല്ലേ. ഫ്യൂച്ചറിൽ ഏട്ടൻ ഡാഡിന്റെ ഫാനാണ്. കോഫി കുടിക്കാത്ത ശരിയാണ്. ഡാഡിന്റെ കോഫി അല്ലേ ആദ്യം കേട്ടൻ വന്നല്ലേ ഇങ്ങനെ ചോദിക്ക ഇപ്പൊ ഏട്ടൻ നേരെ കിച്ചണിൽ കയറി എടുത്ത് എന്നെക്കാളും സ്വാതന്ത്ര്യത്തിലാണ് ഏട്ടൻ അവിടെ. അച്ചു പണി ഒരു പണി പോലും അവൻ ചെയ്യില്ല. ഇട്ട ഡ്രസ്സ് പോലും കഴിയില്ല. എല്ലാം ഞാനും അച്ഛനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണേ. ഒരു പണി പോലും ചെയ്യില്ല. അത്രയും പറഞ്ഞാ ഒന്ന് അടിച്ചു. ഒരു മിനിറ്റ്, എനിക്ക് അമ്മയോട് സ്നേഹം ഉണ്ടാ? അത് മതിട്ടാ. സെക്കൻഡ് ഓപ്ഷൻ ആണ്. ചെയ്യില്ല, സ്നേഹമുണ്ട്. പക്ഷെ സ്നേഹം കാണിച്ചതോടെ ആയില്ല. അതായത് നമ്മള് ആവശ്യമുള്ള നേരത്തായിരിക്കും നമ്മള് അത് തന്നെയാ തരുന്നില്ലേ? അത് മതി. ഡാഡി അതന്നെ. ഞാൻ അല്ലേ അമ്മയ്ക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കിടന്ന സമയത്ത് അച്ഛനാണ് ഫുള്ള് പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡാഡി ഇല്ലെങ്കിൽ അമ്മ തളർന്നുമായിരുന്നു അല്ലെ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം മെയ്ഡ് ഫോർ ഈച്ച് അതർ. നമുക്ക് ഒരു ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ മെയിൻ ഉദാഹരണമാണ്. എല്ലാവർക്കും അവന്റെ അച്ഛനും അമ്മയും എന്താ പറയാ ഹീറോ ആയിരിക്കും. പക്ഷെ ഇത് അതിനേക്കാളും മേലെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങള് കണ്ടുവരുന്നതാണ്. അതായത് അമ്മയും അച്ഛന്റെ ആ ഒരു എന്താ പറയാ മെയ്ഡ് ഫോർ ഈച്ച് അതറിന്റെ ഒരു അർത്ഥം പറഞ്ഞ അച്ഛനും അമ്മയാണ്. അതായത് ഫ്രണ്ട്ലി ഫാമിലിയാണ്. നമുക്ക് എന്തും തുറന്നു പറയാം. എവിടെ പോകുമ്പോഴും ഒരുമിച്ച് രണ്ടാളും പിരിഞ്ഞിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ എനിക്കിപ്പോ ഒരു ലവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ എനിക്ക് ലവർ ഇല്ല. ഇത് വ്ളോഗാണോ? പറയാൻ പറ്റില്ല. അല്ലല്ല അതുകൊണ്ട് അത് കസ്റ്റമറിക്കാരാണ്. അമ്മ മാട്രിമോണിക്കൊക്കെ നല്ല പൈസ ചെലവാകും. അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ അതൊക്കെ പറഞ്ഞു. അതല്ല പക്ഷെ ഞാൻ തന്നെ എന്റെ കൊളവാക്കി വിട്ടില്ലേ. ഇല്ല അത് ഫ്രണ്ടാണമ്മ. എനിക്കൊന്നും ആരുമില്ല. സംസാരിക്കണ്ട അവനും സംസാരിച്ചു ഞാനും സംസാരിക്കുന്നത്. ഡാഡി മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്. യൂട്യൂബർ മനുവാണ്, ബൈജു ആണ്. അറിയില്ല. 2 സെക്കൻഡ് നല്ല രീതിക്ക് നമ്മളൊരു ബൂമറെങ്കില്ലേ നമുക്കായിട്ട് കർമ്മ റിട്ടേൺസ് എടുക്കില്ല. അവൻ എനിക്കിട്ട് പണിതപ്പോ നേരെ അവനിട്ട് അമ്മ പണിതതാ. അതെ ഡാഡി പറഞ്ഞാൽ അവിടുത്തെ അതേ അച്ഛനെ പോലത്തെ ആദ്യം ഒന്നും സംസാരിക്കുകയില്ല. പക്ഷെ നമ്മളുടെ അടുത്ത് സംസാരിക്കും. പക്ഷെ പുറമേ ഉള്ള അടുത്ത് നിന്ന് പെട്ടെന്ന് ക്യാമറ സംഭവങ്ങളൊക്കെ വരുമ്പോ കുറച്ച് അല്ലെങ്കിലും എല്ലാവിടെയും എത്തുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഇനിയും പറയണ്ടേ? ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നു. എന്താ പറഞ്ഞ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞത്? അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നു. നിങ്ങളൊക്കെ കൂടി എന്നോട് 5 വർഷം കൂടി ഉണ്ട്. ഇനി എന്താ 5 വർഷം? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 മക്കളായില്ലേ? ഞാൻ മാത്രമേ മതി. അതല്ല കാലം പോലെയല്ലേ ഇപ്പൊ. നന്നായിട്ട് നോക്കി എല്ലാം സെറ്റ് ആയിട്ടാ കഴിച്ചു. ഇല്ലാട്ടോ അമ്മ അങ്ങനെയൊക്കെ പറയും. അപ്പൊ എന്റെ ഫാമിലി ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോഴും സ്റ്റിൽ സിംഗിൾ ആണ്. നല്ലൊരു അപ്പൊ മാട്രിമോണി ചാനലാക്കി മാറ്റണ്ട. വെറുതെ എത്ര രൂപയോ? 2000 രൂപയ്ക്കാവില്ല മാട്രിമോണി കൊടുക്കണം. എന്തിനാണ് ഇത്രയും പ്ലാറ്റ്ഫോം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിട്ട് നമ്മളൊരു യൂട്യൂബർമാര് ഇതെങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് ഇത് ചേച്ചി? അപ്പൊ ശരി, എന്റെ അനിയന് പറ്റിയ വല്ല പ്രൊപ്പോസലും ഉണ്ടെങ്കിൽ വല്ല പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഇപ്പോഴെങ്കിലും എന്റെ ജീവിതത്തിൽ ഇവള് നല്ലൊരു കാര്യം ഇപ്പോഴാണ് ചെയ്തത്. അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോട്ടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.